ഈ ഒരു ഗ്യാസ് ലൈറ്റിംഗ് ഒരിക്കലും ഒറ്റയടിക്ക് പെട്ടെന്ന് സംഭവിക്കുന്ന ഒന്നല്ല. ഇതിന്റെ തുടക്കം ചെറുതാണെങ്കിലും ഇതിൽ നിന്ന് കിട്ടുന്ന ആ ഒരു റിസൾട്ട് നിങ്ങളുടെ ജീവിതത്തെ ബാധിക്കുന്നത് പതുക്കെയാണെങ്കിലും വളരെ മോശമായിട്ടുള്ള ഒരു രീതിയിലായിരിക്കും. ഞാൻ ഓവർ റിയാക്ട് ചെയ്തതാണോ, അല്ലെങ്കിൽ ഞാൻ ഇതൊക്കെ ആലോചിച്ച് കൂട്ടുന്നതാണോ, ഞാൻ ഭയങ്കര സെൻസിറ്റീവ് ആണോ, ഇങ്ങനെയൊക്കെ ആലോചിക്കുന്ന ഒരു ആളാണോ നിങ്ങൾ? നിങ്ങളുടെ പാർട്ട്ണറുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്യുമ്പോൾ ഇതുപോലെ കൂടുതലായിട്ടും ആലോചിക്കേണ്ടി വരുന്ന ഒരാളാണോ നിങ്ങൾ? ഇതിനെയാണ് ഗ്യാസ് ലൈറ്റിംഗ് എന്ന് പറയുന്നത്. നിങ്ങൾ ഓൾറെഡി ഗ്യാസ് ലൈറ്റ് ചെയ്യപ്പെടുന്ന ഒരാളാണെന്നുള്ളത് മനസ്സിലാക്കുക. ദിസ് ഈസ് ടി ക്യു ടോക്സ്. അപ്പോൾ ടി ക്യു ടോക്കിന്റെ ഒരു പുതിയ എപ്പിസോഡാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നിങ്ങളോട് ഷൗട്ട് ചെയ്യാതെ, നിങ്ങളെ വേദനിപ്പിക്കാതെ, നിങ്ങളെ ഉപദ്രവിക്കാതെ വളരെ കണ്ണിങ് ആയിട്ട് ചെയ്യുന്ന ഒരു മാനിപ്പുലേഷൻ രീതിയാണ് ഗ്യാസ് ലൈറ്റിംഗ് എന്ന് പറയുന്നത്. നിങ്ങൾ വളരെ വ്യക്തമായി കേട്ട ഒരു കാര്യം, മനസ്സിലാക്കിയ ഒരു കാര്യം, അറിഞ്ഞ ഒരു കാര്യം, അവർ നിങ്ങളോട് പറഞ്ഞ ഒരു കാര്യം, ഇങ്ങനെ റിയൽ ആയിട്ട് സംഭവിച്ചിട്ടില്ല, നിങ്ങളുടെ റിയാലിറ്റിയെ കംപ്ലീറ്റ് ആയിട്ട് അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല എന്നുള്ള രീതിയിലേക്ക് നിങ്ങളെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് മാനിപ്പുലേറ്റ് ചെയ്തെടുക്കുന്ന ഒരു രീതിയാണ് ഗ്യാസ് ലൈറ്റിംഗ്. ഇത് ഇങ്ങനെ പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് കുറച്ച് കൺഫ്യൂസ്ഡ് ആയിരിക്കാം. നമുക്ക് പല സാഹചര്യങ്ങളിൽ ഈ ഗ്യാസ് ലൈറ്റിംഗ് എങ്ങനെ ഉപയോഗിക്കും, എങ്ങനെയാണ് നിങ്ങൾ ഗ്യാസ് ലൈറ്റ് ചെയ്യപ്പെടുന്നത് എന്ന് നോക്കാം. ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഗ്യാസ് ലൈറ്റിംഗ് ടേമാണ് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല എന്നുള്ളത്. ഇത് പലരും കേട്ടിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഇന്നലെ ഒരു പ്രശ്നം ഉണ്ടാകുന്നു, നിങ്ങൾ തമ്മിൽ ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കുന്നു, അവർ ബാഡായിട്ട് നിങ്ങളോട് സംസാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ അടുത്ത ദിവസം അവരോട് ചോദിക്കുന്നു, ഇന്നലെ നീ എന്നോട് അങ്ങനെ പറഞ്ഞില്ലേ എന്ന് ചോദിക്കുന്നു. അപ്പൊ അവര് പറയുന്നു, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല, അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ലല്ലോ എന്നുള്ള രീതിയിൽ നിങ്ങളോട് പറയുകയാണ്. അല്ലെങ്കിൽ ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്, ആ ഒരു പറഞ്ഞ ടേമിനെ ടിൽറ്റ് ചെയ്തുകൊണ്ട് വേറൊരു രീതിയിലേക്ക് പറയാൻ ശ്രമിക്കുക. ഈ ഒരു രീതിയിലായിരിക്കും ഇതിന്റെ തുടക്കം. പക്ഷെ ഇതിന്റെ ഇമ്പാക്റ്റ് അടുത്ത ഒരു സിറ്റുവേഷനിലായിരിക്കും വരിക. അടുത്ത ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ഇതേ ചോദ്യം നിങ്ങൾ ചോദിക്കും, നീ ഇന്നലെ എന്നോട് അങ്ങനെ പറഞ്ഞില്ലേ എന്ന്. അപ്പൊ അവര് പറയും, ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. അപ്പൊ നിങ്ങൾ ചിന്തിക്കും, ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാവില്ല, ഞാൻ ആലോചിക്കുന്നതായിരിക്കും. അവിടെ നിങ്ങളുടെ കോൺഫിഡൻസും മെമ്മറിയും ചെറുതായിട്ട് ചോദ്യം ചെയ്യപ്പെട്ടു. ഇതേ സാഹചര്യം വീണ്ടും വരുമ്പോൾ നിങ്ങൾ എന്ത് ചിന്തിക്കും? എനിക്കെന്തോ മറവിയുണ്ട്, എനിക്കിത് ഓർമ്മയില്ലല്ലോ, കറക്റ്റ് അല്ല, വീണ്ടും വീണ്ടും ഇങ്ങനെ തന്നെയാണ് ഉണ്ടാവുന്നത്. ഈ ഒരു രീതിയിൽ നിങ്ങൾ നിങ്ങളെ തന്നെ സംശയിച്ചു തുടങ്ങും. ഇതാണ് ഒരു ഗ്യാസ് ലൈറ്റിങ്ങിന്റെ ഒക്കെ ഒരു ഏർലി സ്റ്റേജ് എന്ന് പറയുന്നത്. നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾ നിങ്ങളെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന, നിങ്ങളോടുള്ള വിശ്വാസം ഇല്ലാതാകുന്ന ഒരു രീതി. അടുത്ത സ്റ്റേജ് ഗ്യാസ് ലൈറ്റിംഗ് എന്ന് പറയുമ്പോൾ ഇത് കുറച്ചും കൂടെ മോശം രീതിയിലേക്കായിരിക്കും. അതായത് നിങ്ങളുടെ പെയിൻ, നിങ്ങളുടെ ഇമോഷൻ, നിങ്ങൾക്കെതിരെ തന്നെ അത് ഉപയോഗിക്കുക. നിങ്ങളുടെ ഇമോഷൻസും വേദനകളും ഒന്നും ഒരു റിയൽ അല്ല, കുറച്ച് കൺഫ്യൂസിങ് ആയിട്ടുള്ള രീതിയിൽ വെറുതെ ഉണ്ടാക്കിയെടുക്കുന്നതാണ് എന്നുള്ള രീതിയിൽ ചിന്തിപ്പിക്കുന്നവരുമായി. അതായത് ഈ ഒരു പ്രശ്നം ഉണ്ടാവുമ്പോൾ, നിങ്ങൾ വേദനിക്കുമ്പോൾ അവർ പറയും, നീ ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടോ, നീ ഓവറായിട്ട് കുറെ ഡ്രാമയൊക്കെ കാണിക്കുന്നുണ്ട്. ഈ ഒരു രീതിയിൽ നിങ്ങളോട് മോശമായിട്ട് നിങ്ങളെ താഴ്ത്തി കെട്ടി സംസാരിക്കും. ഇത് തന്നെ റിപ്പീറ്റ് ചെയ്തു വന്നാൽ എങ്ങനെ തരും? മുന്നേ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ സെൻസിറ്റീവ് ആണോ, പക്ഷെ ഞാൻ എല്ലാത്തിനും ഓവറായിട്ട് ഫീൽ ആവുന്നുണ്ടോ, ഇങ്ങനെ ചിന്തിച്ച് നിങ്ങൾ സ്വന്തം ഫീലിങ്സിനെയും ഇവിടെ മാറ്റിവെക്കും. നിങ്ങളുടെ ആ ഒരു ഐഡന്റിറ്റി, നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കുന്ന ആ ഒരു രീതിയും ഇതിലൂടെ പതിയെ പതിയെ നിങ്ങൾക്ക് നഷ്ടപ്പെടും. പിന്നെ ഈ ഒരു ഗ്യാസ് ലൈറ്റിംഗ് ഒരിക്കലും ഒറ്റയടിക്ക് പെട്ടെന്ന് സംഭവിക്കുന്ന ഒന്നല്ല. ഇതിന്റെ തുടക്കം ചെറുതാണെങ്കിലും ഇതിൽ നിന്ന് കിട്ടുന്ന ആ ഒരു റിസൾട്ട് നിങ്ങളുടെ ജീവിതത്തെ ബാധിക്കുന്നത് പതുക്കെയാണെങ്കിലും വളരെ മോശമായിട്ടുള്ള ഒരു രീതിയിലായിരിക്കും. ഇനിയും വളരെ കോമൺ ആയിട്ട് കാണപ്പെടുന്ന ഒരു ഗ്യാസ് ലൈറ്റിംഗ് രീതിയാണ് കെയറിങ് ഗ്യാസ് ലൈറ്റിംഗ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ചെയ്യുന്നതെല്ലാം നിനക്ക് വേണ്ടിയിട്ടാണ്. എത്ര മോശപ്പെട്ട കാര്യം അവർ ചെയ്താലും, അവർ നിങ്ങളോട് ചെയ്യാൻ പറഞ്ഞാലും, നിങ്ങളെ എത്ര ശ്വാസം മുട്ടിച്ചുകൊണ്ട് കൺട്രോൾ ചെയ്താലും നിങ്ങളോട് അവർ പറയും, ഞാൻ ചെയ്യുന്നത് നിനക്ക് വേണ്ടിയിട്ടാണ്, നിന്റെ നല്ലതിന് വേണ്ടിയിട്ടാണ്, നീ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ ഈ പറയുന്ന കാര്യങ്ങളും ചെയ്യുന്ന കാര്യങ്ങളും ഒന്നും ഹെൽത്തി ആയിരിക്കില്ല.
നിങ്ങളുടെ സമാധാനം പൂർണ്ണമായിട്ടും നശിക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു റിയാലിറ്റി തന്നെ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കുന്ന രീതിയിൽ, നിങ്ങളുടെ ഐഡന്റിറ്റി മാറ്റുന്ന രീതിയിലായിരിക്കും ഇവരുടെ പെരുമാറ്റം. ഇതിൽ നിങ്ങൾക്ക് ഒരു പങ്കും ഉണ്ടാവില്ല. ഇത് നിങ്ങൾ വീക്കായത് കൊണ്ടല്ല, അങ്ങനെയും ചിന്തിക്കരുത്. അവിടെയും നിങ്ങളുടെ ഐഡന്റിറ്റി നഷ്ടപ്പെടും. ഇത് നിങ്ങൾ അവരെ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നത് കൊണ്ട് സംഭവിക്കുന്ന ഒരു പ്രതിഭാസമാണ്. ഇത് അവർ ഭയങ്കര സ്കിൽഡ് ആയതുകൊണ്ടും അല്ല, ഈ നിങ്ങൾക്ക് അവരുമായിട്ടുള്ള ആ ഒരു ബ്ലൈൻഡ് ആയിട്ടുള്ള വിശ്വാസവും സ്നേഹവുമാണ് ഈ ഒരു ഗ്യാസ് ലൈറ്റിന് കൊടുക്കുന്ന ഫ്യൂവൽ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഇത് മാനേജ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഇത് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. ഇതിന്റെ സൊല്യൂഷൻ പറയുന്നതിന് മുന്നേ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഈ ഗ്യാസ് ലൈറ്റിംഗ് കാരണം നിങ്ങൾക്ക് സംഭവിക്കുന്ന കാര്യങ്ങളാണ്. നിങ്ങളുടെ കോൺഫിഡൻസ് ഇല്ലാതെയാവും. നിങ്ങളൊരു ഡിഫോൾട്ട് മോഡ് മിസ്റ്റേക്ക് ആയിട്ട് മാറും. എല്ലാം ഞാൻ ചെയ്യുന്ന തെറ്റുകളാണ്, ഞാനൊരു മിസ്റ്റേക്കാണ്, അങ്ങനെ ഒരു കോൺഫിഡൻസ് ഇല്ലാത്ത ഒരാളായിട്ട് നിങ്ങൾ മാറും. എന്തൊരു കാര്യം ചെയ്യണമെങ്കിലും മറ്റൊരാളുടെ അഭിപ്രായം ഇല്ലാതെ, അല്ലെങ്കിൽ ഒരാളുടെ സപ്പോർട്ട് ഇല്ലാതെ ഒരു തീരുമാനങ്ങളും ഒരു കാര്യങ്ങളും ചെയ്യാൻ പറ്റാത്ത ഒരാളായിട്ട് നിങ്ങൾ മാറും. ഇതാണ് ഈ ഗ്യാസ് ലൈറ്റിങ്ങിന്റെ വളരെ മോശമായിട്ട് നിങ്ങളെ ബാധിക്കുന്ന ഒരു റിസൾട്ട്. അപ്പൊ നമ്മൾക്ക് ഇത് എങ്ങനെ മാനേജ് ചെയ്യാം എന്ന് നോക്കാം. ഒരാൾ നിങ്ങളെ കൺഫ്യൂസ്ഡ് ആക്കുമ്പോൾ അല്ലെങ്കിൽ ഗ്യാസ് ലൈറ്റ് ചെയ്യുമ്പോൾ ഉപയോഗിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ഒരു ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും ഒരു എവിഡൻസ് ഉണ്ടാക്കി വെക്കുക എന്നുള്ളതാണ്. എന്തൊരു കാര്യങ്ങൾ ഇവർ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നതും നിങ്ങൾ എവിടെയെങ്കിലും നോട്ട് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ ഒരു ആളുമായിട്ട് റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകുമ്പോൾ കൂടുതൽ കൺഫ്യൂഷൻ വരുന്നുണ്ടെങ്കിലും അതൊരു ഗ്യാസ് ലൈറ്റിംഗ് ആണ് എന്നുള്ളത് മനസ്സിലാക്കുക. ക്ലാരിറ്റി ആണ് നമുക്ക് ഹെൽത്തി റിലേഷൻഷിപ്പിൽ വേണ്ടത്, കൺഫ്യൂഷൻ അല്ല. അതേപോലെ നിങ്ങൾക്ക് ഒരു ഡിസ്റ്റൻസിങ്, ഒരു റിലേഷൻഷിപ്പിൽ ഇടയ്ക്കൊരു ഡിസ്റ്റൻസ് ഇട്ട് നോക്കുന്നത് എപ്പോഴും നല്ലതാണ്. കാരണം ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു ക്ലാരിറ്റി എന്ന് വേണമെങ്കിൽ പറയാം. നമുക്ക് ഒരാളുമായിട്ട് അകന്ന് നിൽക്കുമ്പോഴേ നമുക്ക് നമ്മുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങളൊന്ന് ഒബ്സർവ് ചെയ്യാൻ ഗ്യാപ്പ് കിട്ടുള്ളൂ. അപ്പൊ എപ്പോഴും ഒരു ഗ്യാപ്പ് വേണം. എപ്പോഴും മാഗ്നറ്റ് പോലെ ഒട്ടി നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചുറ്റും നടക്കുന്നതെന്നല്ല, ജീവിതത്തിൽ നടക്കുന്ന ഒന്നും കാണാൻ സാധിക്കില്ല. ഹെൽത്തി ആയിട്ടുള്ള ഒരു ബൗണ്ടറി ഇടയ്ക്കിടയ്ക്കും എപ്പോഴും നല്ലതാണ്. പിന്നെ എല്ലാ മനുഷ്യരുടെയും പാറ്റേൺസ് ശ്രദ്ധിക്കുക. ഇവരെങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത്, ഒരു പ്രശ്നം സോൾവ് ചെയ്യുന്നത് എങ്ങനെയാണ്, എല്ലാ സമയത്തും ഒരേ പാറ്റേണിലാണോ ഇവർ വർക്ക് ചെയ്യുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ഒബ്സർവ് ചെയ്യുക. കാരണം ഈ ഗ്യാസ് ലൈറ്റ് ചെയ്യുന്ന ആള് അൺഹെൽത്തി ആയിട്ടുള്ള ഒരാളാണെങ്കിൽ ഇവരെപ്പോഴും ഗ്യാസ് ലൈറ്റ് ചെയ്യും. അതായത് എന്തൊരു കോൺഫ്ലിക്റ്റ് ഉണ്ടായാലും അതിന്റെ റെസ്പോൺസിബിലിറ്റി അവർ ഏറ്റെടുക്കില്ല. ഏതെങ്കിലും ഒരു രീതിയിൽ നിങ്ങളെ ഗ്യാസ് ലൈറ്റ് ചെയ്തുകൊണ്ടായിരിക്കും ഇരിക്കുക. അപ്പൊ നിങ്ങൾ പ്രോപ്പറായിട്ട് ആ ഒരു പാറ്റേൺ ഒന്ന് ഒബ്സർവ് ചെയ്യുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്കിത് മനസ്സിലാവും. അതുപോലെ ചോദ്യങ്ങൾ ചോദിക്കണം. നിങ്ങൾക്കൊരു കാര്യം ഉറപ്പാണ്, ഇങ്ങനെ ഒന്ന് സംഭവിച്ചിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഉണ്ട് എന്ന് സ്ട്രോങ് ആയിട്ട് പറയാം. നിങ്ങൾ നിങ്ങളെ തന്നെ വിശ്വസിക്കുക. അവിടെ തന്നെ അവരുടെ ഈ ഒരു മാനിപ്പുലേഷൻ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യില്ല. ആ ഒരു കോൺഫിഡൻസ്, നിങ്ങളെ തന്നെ വിശ്വസിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങളെ ഒന്നും ആർക്കും ഗ്യാസ് ലൈറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഏതൊരു സ്നേഹം തുടങ്ങുമ്പോഴും റെസ്പെക്റ്റ് തുടങ്ങുമ്പോഴും നിങ്ങളുടെ ഉള്ളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക. നിങ്ങൾ സ്വയം സ്നേഹിക്കുക, സ്വയം ബഹുമാനിക്കുക, സ്വയം ഒരു ജീവിതം, സന്തോഷം ഇതെല്ലാം കണ്ടുപിടിക്കുക. ഇതിന് ശേഷം ഇത് മറ്റുള്ളവർക്ക് കൊടുക്കാൻ ഇറങ്ങി പുറപ്പെടുക. അതാണ് ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള ഒരേ ഒരു കാര്യം. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, അഭിപ്രായം ഒന്ന് കമന്റ് ചെയ്യുക. അതേപോലെ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സോ സ്റ്റേ അവെയർ, സ്റ്റേ ഗ്രൗണ്ടഡ്, ബി എംപതറ്റിക്. ദിസ് ഈസ് TQ Talks.